ഹലോ. അപ്പോൾ ഇതേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ. ഇവിടെ ഒരു 3 മണിക്കായപ്പോൾ എത്തി. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവരുടെ ഫാം ഉണ്ട്, ആൻറ്റിയുടെ ഒക്കെ ഫാം. അപ്പോൾ ആ ഫാമിലേക്ക് പോകാനായിട്ട് നിൽക്കണം. അങ്ങനെ അധികം ദൂരമില്ല, ഒരു 5-10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഫാമിൽ പോകാനായിട്ട് നിൽക്കണം. അപ്പോൾ ആൻറ്റിയും ഹിമാൻറ്റിയും ഇനി ഇറങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് അതെ വെച്ചു വെച്ചു. അപ്പോൾ ഇതാണ് ആൻറ്റിയുടെ വീട് കേട്ടോ. സത്താറയാണ് കേട്ടത്. ഇതേ ഷീബാൻ്റെയും ഹിമാൻ്റെയും കൂടെ ഇതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഫാം ഹൗസിലേക്ക് പോകും. ഇതേ നമ്മൾ അവരുടെ ഫാം ഹൗസിൽ എത്തിയിട്ടാ. അപ്പോൾ നമുക്ക് കാണാം, കുറേ കാഴ്ചകൾ കാണാം. തക്കാളി ഉണ്ടായിട്ടുണ്ട്. എന്തോ നല്ലോണം ഉണ്ടായിട്ടുണ്ട് തക്കാളി. ക്യാബേജിന്റെ തൈക്കള്. ഇപ്പുറത്ത് പച്ചമുളക്, നമ്മുടെ നാട്ടിലെ പച്ചമുളക് ഇട്ടാ, നാടൻ പച്ചമുളക്. കുത്തിയിട്ട് ഷമാം അല്ലേ? ഷമാം, അതാണത്. ഷമാമ്, ചുമന്ന ചീര. ചീര മുറിക്കാറായി. കപ്പലണ്ടി ഗ്രാസ്. ശരിക്കും കപ്പലണ്ടി നമ്മുടെ അവിടെ കണ്ടിട്ടുള്ളത്. അത് പൂവുണ്ടാവുന്നത് ശരിക്കും കപ്പലണ്ടി ആട്ടാ. ഇവിടെ ഇഷ്ടം പോലെ കപ്പലണ്ടി ഉണ്ടാവും. ഇവരെല്ലാ വർഷം വിളവെടുക്കലുണ്ട് കപ്പലണ്ടി. കണ്ട അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ആവശ്യത്തിന് മുറിച്ചാ മതി ആന്റിയെ. പിന്നെ ഇതെന്ത് മാങ്ങ ആന്റി? ആപ്പൂസ് മാങ്ങ ഇട്ടത്. നല്ല മധുരല്ലേ? മൽബറി അല്ലേ? മൽബറി നമ്മുടെ വീട്ടിലുള്ളപ്പോ ഒരു വല്ലല്ലേ മൽബറി. എന്റെ വീട്ടില് കൊറേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫാം ഹൗസ് കേട്ടോ, അതിൻ്റെ ഫാം ഹൗസ് എന്ന് പറയുന്നത്. ഇത്ര ഇത് ഫുള്ള് ഏരിയ ഇങ്ങനെ ഫുള്ളിങ്ങനെ ചുറ്റിങ്ങനെ മല കൊണ്ട് ഇങ്ങനെ ഇത് നിൽക്കുക. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ പ്ലോട്ടും ഈ ഫാം ഹൗസ് ഉള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ മൊത്തം ഗോതമ്പിൻ്റെ കൃഷിയായിരിക്കും എന്ന് പറയുന്നത്. ഗോതമ്പിൻ്റെ കൃഷി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കിടക്കണുള്ളൂ. അതിന് ഇതിങ്ങനെ ഉഴുത് മറിച്ചിട്ടേക്കുന്ന ഒരു ഫീലിംഗ് കാണുന്നത്. ആ കാരണമാണ് കേട്ടോ ഫാമിൻ്റെ ഹൗസ് എന്ന് പറയുന്നത്. ഈ കാരണമാണ് നമ്മുടെ ഫാം ഹൗസ്. അവിടെ ഏതോ ടീമിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നോണം ഫോട്ടോഷൂട്ട്. നടക്കാൻ പറ്റാണ്ടാണ്. ഇത് കൊറേ കൊഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ. പൊട്ടിച്ചായിരിക്കല്ലേ, മറ്റേ ഇത് വീണായിരിക്കല്ലേ? അതായിരിക്കും മാമൻ പറഞ്ഞ കൊറേ കൊരങ്ങന്മാര് വന്നിട്ടുണ്ടാവുന്നു. അവിടെ ഈ പച്ച മാങ്ങ ഇങ്ങനെ ഒരു കഷ്ണം നോക്കട്ടെ. കൊരങ്ങന്മാരാണ് ഇവിടെ വന്ന് കേറിയിട്ട് ഓരോന്ന് കഴിക്കണത്. ഞങ്ങൾ വന്നിട്ട് ചക്ക വിളവെടുത്തുട്ടാ. കുഞ്ഞു ചക്ക, കുഞ്ഞു പ്ലാവ് ചെറുതാ.
നല്ല മണം ഉണ്ടല്ലേ? മണം വരുന്നുണ്ട്. നല്ല അടിപൊളി മണായിട്ടോ. അതന്നെ ചക്ക വറുക്കുമ്പളേ ആഷ്ലിന് ഓർമ്മ വരും. എനിക്ക് എങ്ങനെ ഇറങ്ങാം? ലക്ഷ്യം നോക്കി ഇറങ്ങട്ടാ. ആന്റി ഓടി ഇറങ്ങിയല്ലോ, നിനക്ക് പേടി ഇറങ്ങാനായിട്ട്. ആന്റിക്കൊന്നില്ലാണ്ട് നീ വേണ്ട, നീ ഉണ്ടായി നീയും കൂടി പോകും. ആ ഉണ്ട് പിന്നെ കൊറേ ഉണ്ടല്ലോ ആന്റിയെ. ലക്ഷ്യമോള് പേടിയില്ലാണ്ട് കയറുന്നുണ്ട്. ഫാം ഹൗസിന്റെ ഉള്ളിലാണ്. എന്താ ഇതൊക്കെ നല്ല തലയില്ലെങ്കിലും കൊല വന്നിട്ടുണ്ട് കേട്ടോ. ഈ വാഴയ്ക്ക് തലയില്ലടി ലച്ചോ. പക്ഷെ തല എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് ഇങ്ങനെ അല്ല ഇത് വരും. തലയില്ല, കൊല വന്നിട്ടുണ്ട്. അതടിപൊളിയായി. മണിച്ചിത്രത്താഴിലൊരു സൗണ്ട് കേട്ടപ്പോ എനിക്കത് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അടിക്കോ. ഇനി അതിൻ്റെ ഉള്ളിൽ കയറാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടാ. ഇത് ബാർ ഏരിയ അല്ലേ? ബാർ ഏരിയ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കയറുക, നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ ഏതാന്ന് വെച്ചെടുക്കുക. പക്ഷെ എല്ലാം കാലിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബോട്ടിലൊക്കെ കാലിയല്ലേ? ആ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഡോർ ഇങ്ങോട്ട് പുറത്തേക്കുണ്ട് കേട്ടോ. അത് തുറന്നപ്പോൾ ദേ കണ്ട ഇങ്ങനെ ഗ്രില്ലിട്ടിട്ട് ഇങ്ങനെ നടക്കാവുന്ന ഒരു ഇതിൽ ഗ്രില്ലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാട്ടോ. നോക്കി നോക്കാം മുകളിൽ കയറിയിട്ട്. മുകളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ടെറസ് ചുമ്മാ അങ്ങനെ ടെറസ്. നവംബർ ഡിസംബർ മാസത്തിലുണ്ടല്ലോ ഇവിടെ ഭയങ്കര മഞ്ഞായിരിക്കും. നല്ല അടിപൊളിയാണ്. നമ്മൾ ഈ മൂന്നാറൊക്കെ ഇല്ലേ അതേപോലെയാണ് ഇവിടെ. കണ്ട ഫുള്ള് ചുറ്റും മലകളാണ്. കണ്ട ഫുള്ള് മലയാണ്. നമുക്ക് ആ ടൈമിലൊക്കെ വരുമ്പോണ്ടല്ലോ, നവംബർ ഡിസംബർ ടൈമിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഫോഗ് കാണാം. നല്ല രസമായിരിക്കും. നല്ല ഫോഗും പിന്നെ ചെറിയ ചില സമയങ്ങളിൽ ആ ഫോഗോട് കൂടി ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടാവും. അപ്പം നല്ല തണുപ്പ്, അടിപൊളിയായിരിക്കും ഇവിടെ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫാം ഹൗസൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോകണം. ഇപ്പോൾ ഏകദേശം കണ്ട നേരം വൈകി, ഇരുട്ടായി തുടങ്ങി. അപ്പം ഇനി നമ്മൾ വീട്ടിൽ പോകണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.